ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ നോമ്പ് കാലത്ത് ഇതാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വയ്ക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിലെ സഹനത്തിൻ്റെ ദാസനെ, 53-ാമത്തെ അധ്യായത്തിൽ 6-7 തിരുവചനത്തിൽ നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. എല്ലാ അകൃത്യങ്ങളെയും അവൻ്റെ മേൽ കർത്താവ് ചുമത്തി. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ദുഷ്ടതകളും പാപങ്ങളും ഭോഗാസക്തിക്ക് വിട്ടുകൊടുത്ത നമ്മുടെ അവസ്ഥ, മനസ്സ് മരവിച്ച നമ്മുടെ അവസ്ഥ, വ്യർത്ഥ ചിന്തകളിൽ മുഴുകിപ്പോയ നമ്മുടെ അവസ്ഥ, നമുക്ക് അതിജീവിക്കാനാവാത്ത ആസക്തികളാൽ കലുഷിതമായ നമ്മുടെ അവസ്ഥ, ഈ അവസ്ഥയെല്ലാം, ഈ അകൃത്യങ്ങളെല്ലാം കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. ഒരു പുതിയ നീതിയുടെ നിയമത്തിൻ്റെ ആരംഭം അവിടെ അങ്ങനെ കുറിക്കുകയാണ്. എന്നിട്ടോ അവൻ മർദ്ദിക്കപ്പെടുകയും അവൻ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരാടിനെ പോലെ അവനായി തീരുകയും ചെയ്യുകയാണ്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഒന്നും മിണ്ടിയില്ല, അവനൊന്നും ഉരിയാടിയില്ല. പൊന്നുമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ കൃപയോടുകൂടി ഈ നോമ്പ് കാലത്ത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മധുര സന്ദേശം ഇതാണ്: അവൻ ഒന്നും ഉരിയാടിയില്ല, അവനൊന്നും മിണ്ടിയില്ല. ഒരു വലിയ മൗനം, ഒരു വലിയ നിശബ്ദത ഈശോയിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ ഇത്രമാത്രം പാപങ്ങളും തിന്മകളും തെറ്റുകളുമെല്ലാം ഏറ്റെടുക്കുമ്പോഴും ഈശോയ്ക്ക് ഒരു വാക്ക് പോലും മിണ്ടാനില്ല. അവൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്. മനുഷ്യ മക്കളുടെ, എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ തീഷ്ണത അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവൻ എൻ്റെ പാപത്തെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ അവളുടെ പാപത്തെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. പാപിനിയായിരുന്ന സ്ത്രീയോട് ഈശോ അവളുടെ പാപത്തെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. പൊന്നുമക്കളെ, ഈ നോമ്പ് കാലത്ത് ഈശോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ പാപത്തെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ നമ്മുടെ ദുഷ്ടതകളെക്കുറിച്ചോ അവൻ ഒന്നും മിണ്ടുന്നില്ല. വചനം പറയുന്നു, എങ്കിലും അവൻ ഉരിയാടിയില്ല, ഒന്നും ഉരിയാടിയില്ല. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം ഏറ്റെടുക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല. ഈശോയുടെ ദിവ്യദർശനങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചതായ ചില വ്യക്തികൾക്ക് മർദ്ദനമേൽക്കുന്ന ഈശോയെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കൽത്തൂണി കെട്ടി അടിക്കപ്പെടുന്ന ഈശോ, മുൾമുടി ധരിപ്പിക്കപ്പെടുന്ന ഈശോ, തകർക്കപ്പെടുന്ന ഈശോ. ആ ഈശോ ചില അവസരങ്ങളിൽ നമ്മളുടെ മുഖത്തേക്ക് നോക്കുക മാത്രമല്ലാതെ ഒരു വാക്കുപോലും പറയുന്നില്ല. ഒന്നും ഉരിയാടിയില്ല എന്നുള്ള ഈശോയുടെ
ആ സമീപനം ഈ നോമ്പ് കാലത്ത് നാമും ഒന്ന് പുലർത്തിക്കേ. നാം കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്നറിയാമോ? അവനൊന്നും മിണ്ടിയില്ല, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാട്, ഒരു വാക്ക് പോലും പറയാതെ തല കുനിഞ്ഞു നിൽക്കുന്ന ചെമ്മരിയാട്. ഈശോ തൻ്റെ മർദ്ദകരുടെ മുൻപിൽ അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് ഈ ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ പീഡിപ്പിക്കുകയും നമ്മെ ദ്രോഹിക്കുകയും നമ്മെ വഞ്ചിക്കുകയും ചെയ്യുന്നവരുടെ മുൻപിൽ ഈശോയെപ്പോലെ നമുക്കാകാൻ സാധിക്കുമോ എന്ന് നാം ഒന്ന് നോക്കിക്കേ. അതായത് ഈ ഈശോയുടെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന, കഴുത്തറക്കപ്പെടുന്നതായ ആളുകളെ, അവരുടെ ഫോട്ടോകൾ നമ്മൾ കാണുകയുണ്ടായി. ആരാച്ചാരന്മാരുടെ അല്ലെങ്കിൽ കൊലയാളികളുടെ മുമ്പിൽ കഴുത്ത് തിരിച്ചു കാണിച്ചുകൊണ്ട്, ചായ്ച്ചു കാണിച്ചുകൊണ്ട് ആ കഴുത്ത് ഛേദിക്കുവാൻ അവർ വിട്ടുകൊടുക്കുകയാണ്. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ നോമ്പ് കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ടതായ ഒരു ചൈതന്യം അത് തന്നെയാണ്. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. അവൻ നമുക്ക് വേണ്ടി നീതി ആവുകയായിരുന്നു. പൊന്നുമക്കളെ, കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയും പീഡിപ്പിക്കപ്പെടുന്ന ഈശോയും ഒന്നും ഉരിയാടിയില്ല എന്നുള്ളതായ ആ വചനത്തിൻ്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വയ്ക്കുന്നത്, നമുക്ക് നീതിയായി തീർന്ന ഈശോ നമുക്ക് നീതിയായി തീർന്നതുപോലെ തന്നെ സഹനത്തിലൂടെ, മൗന സഹനത്തിലൂടെ, നിശബ്ദ സഹനത്തിലൂടെ നമുക്ക് മറ്റെല്ലാവർക്കും നീതിയായി തീരാൻ പരിശ്രമിക്കാം. അവരുടെ പീഡകൾ നമുക്ക് സ്വയം ഏറ്റെടുക്കാം. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ തിരുവചനം പറയുന്നത് പോലെ തന്നെ സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ എല്ലാം അവൻ ഏറ്റെടുത്തു. സ്വന്തം ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ കയറി. നമ്മുടെ പാപത്തെക്കുറിച്ച് അവൻ കണക്ക് ചോദിക്കുന്നില്ല. ദൈവം, ഈശോ നമ്മുടെ പാപത്തെക്കുറിച്ച് കണക്ക് ചോദിക്കുന്നില്ല. സങ്കീർത്തകന് ഈ ആശയം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറഞ്ഞത്, ദൈവമേ, എൻ്റെ പാപങ്ങളുടെ കണക്ക് അങ്ങ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നതാണ്. നമുക്ക് മൗനപൂർവ്വം ബലിയായി തീർന്ന ഈശോയെ അനുകരിക്കാം. പരിശുദ്ധ അമ്മയുടെ ഒരു ആത്മീയത ശക്തി ഇത് തന്നെയായിരുന്നു. അവൾ ഒന്നും മിണ്ടിയില്ല, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു. ഇതാണ് നമ്മൾ കാണുക. ഈ നോമ്പ് കാലത്ത് നമുക്ക് എല്ലാം മൗനപൂർവ്വം സഹിക്കുവാൻ, ദൈവത്തിൽ നിന്ന് വരുന്നതും ഈ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകുന്നതും നമ്മുടെ അധികാരികളിൽ നിന്നും, അയൽക്കാരിൽ നിന്നും, അധീനരിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സഹയാത്രികരിൽ നിന്നും, ഓഫീസിൽ പ്രവർത്തിക്കുന്നവരിൽ, സഹപ്രവർത്തകരിൽ നിന്നുണ്ടാകുന്ന എല്ലാ തിന്മകളെയും പ്രയാസങ്ങളെയും വിഷമങ്ങളെയും രക്ഷാകരമായ രീതിയിൽ മൗനത്തോടെ സ്വീകരിക്കുവാനും സഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ നീതിയായി തീരുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.